ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു. ആം ആദ്മി പാർട്ടി പുറത്തേക്ക് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ദേശീയ വാർത്ത. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം പൂർണ്ണമായും ഉപേക്ഷിച്ചോ? അവർ സഖ്യത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞോ? എന്താണ് അവർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്? കോൺഗ്രസ് ആണോ ഈ ഞങ്ങളുടെ പുറത്തു പോകലിന് പിന്നിൽ എന്നാണോ ആം ആദ്മിയുടെ വിമർശനം? മനു, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭിന്നിപ്പ് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം കോൺഗ്രസും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇരു പാർട്ടികളും തമ്മിൽ പോകാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന തീരുമാനം ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ദില്ലിയിലടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഒരു ഭിന്നിപ്പ് ഇരു പാർട്ടികളും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യവുമായി ഇനി തുടർന്ന് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രധാനമായും എത്തിയിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആം ആദ്മി എത്തുകയാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പാർട്ടി കാര്യ സമിതിയുടെ ഒരു യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി പുറത്തു പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ അതായത് ഒരുമിച്ച് മത്സരിക്കാമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതോടൊപ്പം വലിയ ഒരു ആധിപത്യം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ കർശനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ BJP എതിരിടാൻ കഴിയൂ. നമുക്കതറിയാവുന്നതാണ്. കാരണം അവരുടെ സംഘടനാ സംവിധാനം, RSSന്റെ ബലം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന വലിയ പ്രതീക്ഷയോടെ രൂപപ്പെടുത്തിയ കൂട്ടായ്മ അതൊരു വളരെ ദുർബലമായി പോകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണക്കാരായി കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പക്വതയാർന്ന സമീപനങ്ങളോ നിലപാടുകളോ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതാണോ ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇടയാക്കുന്നത്? മനു, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നിപ്പ് നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഹരിയാന, ദില്ലി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് കൃത്യമായിട്ടുള്ളൊരു ആധിപത്യം സൃഷ്ടിക്കാൻ നീങ്ങുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വിവിധ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പഞ്ചാബിലെയും അതോടൊപ്പം ബീഹാറിലെയും തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ AAPയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യ സഖ്യവുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ AAP എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഐക്യം, അതായത് BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഒരു ഐക്യം കൊണ്ടുവരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിന് ആവുകയും ചെയ്തിട്ടില്ല. കോൺഗ്രസ് അതിന് വലിയ വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസുമായി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പ്രധാനമായും AAP എത്തിയിരിക്കുന്നത്. ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്നു. പ്രതിപക്ഷ സഖ്യം കൂട്ടായ്മ ദുർബലമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് ആണ് നിൽക്കുന്നത്. ആ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് കോൺഗ്രസിനെതിരെയാണ് എന്നുകൂടി നമ്മൾ ഇതിനിടയ്ക്ക് ഓർക്കേണ്ടതാണ്. നമ്മുടെ